നിയുക്ത കർദിനാൾ ജോർജ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണം വത്തുന്ന ഇന്ത്യയുടെ ഔദ്യോഗിക സംഘത്തിൽ ഭൂരിഭാഗവും ബിജെപി നേതാക്കൾ. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, രാജീവ് ചന്ദ്രശേഖർ, അനിൽ ആന്റണി, ടോം വടക്കൻ എന്നിവരാണ് സംഘത്തിലുള്ളത്. 7-അംഗ സംഘത്തിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP മാത്രമാണുള്ളത്. മറ്റു പാർട്ടിയിലെ അംഗങ്ങളെ സംഘത്തിൽ ഉൾപ്പെടുത്തിയില്ല എന്ന പ്രതിപക്ഷ വിമർശനത്തിൽ കഴമ്പില്ലെന്ന് BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ഞങ്ങൾ പോകുന്നത് ഇത് വലിയ ആശംസകൾ കൊടുക്കാനും കൺവേ ചെയ്യാനും ഇത് ഇന്ത്യയിലെ ജനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടോ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടോ അല്ല ഞങ്ങൾ പോകുന്നത്. ഇതൊരു വലിയൊരു ഓണറാണ്. ഫാദറിനൊരു വലിയൊരു ഓണറാണ്. കാർഡിനലാവുന്നത് ഒരു വലിയൊരു ഓണറാണ്. ഞാൻ ഇന്ന് ഒരു കോൺട്രവേഴ്സിയിൽ ഞാൻ പെടാൻ പോകുന്നില്ല. കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ആൾക്കാർ ഉണ്ടാക്കട്ടെ, അവർ ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കാണുന്നത് ഒരു ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഒക്കേഷൻ, ഇന്ത്യക്കൊരു ഗ്രേറ്റ് ഒക്കേഷൻ. അതിനെ സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ അവിടെ പോകുന്നത്. കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ആൾക്കാരെല്ലാം കോൺട്രവേഴ്സി ചെയ്യുക. ബട്ട് ഞങ്ങൾ പോകുന്ന അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താണ്, അതിന് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനാണ് പോകുന്നത് എന്ന് ഞാൻ പറയുന്നു. അത് ക്ലാരിഫൈ ചെയ്യും. ആദിൽ പാലോട് നൽകും കൂടുതൽ വിവരങ്ങൾ. ആദിൽ പാലോട്, വത്തിക്കാനിലേക്കുള്ള ഔദ്യോഗിക സംഘത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രാതിനിധ്യം കുറഞ്ഞത് ചർച്ചയാവുകയാണോ? ഉറപ്പായും അങ്ങനെ ചർച്ച വരികയാണ്. പ്രതിപക്ഷ നിരയിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ വത്തിക്കാനിലോ മറ്റ് ഏതെങ്കിലും മതകീയമായ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഇന്ത്യയുടെ ഔദ്യോഗിക സംഘത്തെ അയക്കുമ്പോൾ പ്രധാന പാർട്ടികളിൽ നിന്നുള്ള ആ മതത്തിലെ പ്രതിനിധികളെ അയക്കുകയാണ് പതിവ്. പക്ഷേ ഇപ്പോൾ ജോർജ് കൂവക്കാടിൻ്റെ കർദിനാൾ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് വത്തിക്കാനിലേക്ക് അയക്കുന്ന സംഘത്തിൽ 7 അംഗങ്ങളാണുണ്ട്. അതിൽ 6 പേരും BJP-ക്കാരാണ് എന്ന വിമർശനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. പ്രതിപക്ഷത്തിൻ്റെ പ്രതിനിധിയായ ആകെ ഉൾപ്പെടുത്തിയത് കൊടിക്കുന്നിൽ സുരേഷിനെ മാത്രമാണ്. ഈ നിലയിൽ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് വന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ആ നിലയിലുള്ള ആക്ഷേപം ഈ ഘട്ടത്തിൽ വരികയാണ്. സംഘത്തെ ജോർജ് കുര്യനാണ് നയിക്കുക. നാളെ രാവിലെ ഈ സംഘം പുറപ്പെടും വത്തിക്കാനിലേക്ക്. രാജീവ് ചന്ദ്രശേഖർ സംഘത്തിലുണ്ട്. അനിൽ ആന്റണി, ടോം വടക്കൻ എന്നിവരാണ് മറ്റുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, BJP നേതാക്കൾ. ഈ നിലയിൽ BJP നേതാക്കൾ 6 പേരും കൊടിക്കുന്നിൽ സുരേഷും എന്നിങ്ങനെ 7 പേരെയാണ് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ തീരുമാനമാണിത് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. മാത്രമല്ല, ഈ ഘട്ടത്തിൽ മാർപ്പാപ്പയുടെ അനുഗ്രഹം വാങ്ങാനുള്ള യാത്രയിൽ, ഈ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുക്കാനുള്ള യാത്രയിൽ ഇത്തരത്തിൽ വിവാദങ്ങൾ കൊണ്ടുവരുന്നത് ശരിയല്ലെന്നും വിവാദങ്ങൾക്ക് താനില്ലെന്നും ഇത്തരം ആരോപണത്തിൽ കഴമ്പില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഏതായാലും നാളെയാണ് സംഘം യാത്ര തിരിക്കുക. സുജയ. ആദിൽ പാലോടാണ് വിവരങ്ങൾ.